ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 64 ഗോവിന്ദാഭിഷേകം. ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. ആലോക്യ ശൈലോദ്ധരണാദിരൂപം പ്രഭാവമുച്ചൈസ്തവ ഗോപലോകാഃ വിശ്വേശ്വരം ത്വാമഭിമത്യ വൃശ്യേ നന്ദം ഭവം ജാതകമന്വപൃച്ഛൻ. അന്വയം. അർത്ഥം. വിശ്വേ എല്ലാ, ഗോപലോകാഃ ഗോപജനങ്ങളെ, ശൈലോദ്ധരണാദി രൂപം ശൈലോദ്ധാരണം നടത്തിയ രൂപത്തിലുള്ള തവ അങ്ങയുടെ, ഉച്ചൈ വലുതായ, പ്രഭാവം മഹത്വത്തെ, ആലോക്യ കണ്ടിട്ട്, ത്വാം അങ്ങയെ, വിശ്വേശ്വരം ലോകനാഥനായ മഹാവിഷ്ണുവിനെ, അഭിമത്യ അറിഞ്ഞിട്ട്, നന്ദം നന്ദഗോപരോട്, ഭവജാതകം അങ്ങയുടെ ജാതകത്തെ പറ്റി, അന്വപൃച്ഛൻ ചോദിച്ചു. ഹരി. സാരം: ഗോവർദ്ധനം ഉയർത്തുക തുടങ്ങി ഭഗവാൻ ചെയ്തിട്ടുള്ള അത്ഭുത കൃത്യങ്ങൾ കണ്ട് ഗോപന്മാരെല്ലാവരും അത്ഭുതപ്പെട്ടു. ഭഗവാൻ സാക്ഷാത് നാരായണന്റെ അവതാരമെന്ന് ബലമായി ശങ്കിച്ചു. ഭഗവാന്റെ ജാതകത്തെക്കുറിച്ച് അവർ നന്ദഗോപരോട് ചോദിച്ചു. ഹരി. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. ഗർഗോദിതോ നിർഗദിതോ നിജായ വർഗായ താദേന തവ പ്രഭാവ പൂർവാദയാ ത്വയ്യനുരാഗയേഷാം ഐദിഷ്ട്യതാപൻ ബഹുമാനഭാര. അന്വയം. അർത്ഥം. തവ അങ്ങയുടെ, താദേന അച്ഛനായ നന്ദഗോപനാൽ, ഗർഗോദിത ഗർഗമഹർഷി പറഞ്ഞതായ, പ്രഭാവക മഹത്വം, നിജായ തൻ്റെ, വർഗായ വർഗത്തിലുള്ളവരോടും ഗോപന്മാരോടും, നിർഗദിത പറയപ്പെടുകയുണ്ടായി. താവൻ അന്നു മുതൽ, യേശാം ഈ ഗോപന്മാർക്ക്, ത്വയി അങ്ങയിൽ, പൂർവാധികം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ, അനുരാഗ സ്നേഹം, ബഹുമാനഭാര ബഹുമാനാധിക്യവും കൂടുതൽ, ഐദിഷ്ട വളരുകയുണ്ടായി. ഹരി. സാരം: പണ്ട് കൃഷ്ണൻ എന്ന നാമം ഭഗവാൻ ഗർഗൻ നൽകിയ അവസരത്തിൽ കൃഷ്ണന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് നന്ദനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്ദൻ അവയെല്ലാം സ്വന്തം ബന്ധുക്കളായ ഗോപന്മാരെ ധരിപ്പിച്ചു. അന്നു മുതൽ ഗോപന്മാർക്ക് ഭഗവാനിൽ സ്നേഹവും ബഹുമാനവും ഏറി. ഹരി.